ചാടി കളിക്കട കൊച്ചുരാമ, ചാടി കളിക്കട കുഞ്ഞിരാമ. ഞാൻ മൊത്തം പ്രവൃത്തിയിലാണ്. ഞാൻ വർക്ക് ചെയ്യും, ഇവള് വാചകം ഓടിക്കും. കണ്ടില്ലേ ഇപ്പൊ ആർക്കാ? നിങ്ങൾ തന്നെ പറ. വണ്ടി. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ജോഗിങ്ങിന് പോവാണ്. വൈകുന്നേരങ്ങളിലാണ് ഞാൻ പോകുന്നത്, ഓടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് നമുക്കൊന്ന് കാണാം. നല്ല രസമാണ് കേട്ടോ. ഇതന്നെ വൈകുന്നേരമാണ്, വൈകുന്നേര സമയം നമുക്കിതിലൂടെ ഒന്ന് പോകാം. ഞാൻ പോകുന്ന റൂട്ടാണ്. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ അലവലാതി എവിടെയും ഉണ്ട്. അപ്പോൾ അവളെ കൂട്ടാതെ വേണം പോകാൻ. വന്നു കഴിഞ്ഞാൽ ഇടങ്ങേറാൻ നടക്കത്തില്ല. ഓക്കെ, പോകാം. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ ഉണ്ട്? ഞാൻ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നു ഇത്രയും നേരം. മുറ്റടിക്കണോ? അതെ, മുറ്റടിക്കാൻ. എങ്ങോട്ടോ? എന്നെ കണ്ടു മനസ്സിലാകുന്ന ഓടാൻ പോന്നാന്ന്. ഓടാൻ പോവാണോ? ആ പിന്നല്ലാതെ. അന്ന് ഞാനും വരാം. വേണ്ട. ഇവിടെ ഇതുണ്ടോ മുറ്റം അടിച്ച് നല്ലപോലെ കൊച്ചതെല്ലാം ഡെയിലി ഓടാൻ പോണത് ഓടാനാണോ ഞാൻ അറിയട്ടെ. ഞാനും വരാം. എന്റെ വാവേ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരു പ്രശ്നമല്ല, ഞാനും വരാം. ഒരു പ്രശ്നമല്ല. എനിക്കെന്താ അറിയോ, നല്ല സംശയമുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ ഇത് സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണിക്കാൻ. ഞാനും കാണിക്കാം, ഒരുമിച്ച് സ്ഥലം കാണിക്കാം. നമുക്ക് ഓടാം. ആണോ? ആ റൂട്ട് പോണോ ഈ റൂട്ട് പോണോ? ഈ റൂട്ടാണ് ഒന്നും കൂടെ ഭംഗിയുള്ള റൂട്ട്. ഈ റൂട്ടിനോട് ആ എന്നാ ആയിക്കോട്ടെ. വാ. പക്ഷേ ഇങ്ങനെ നടക്കാനല്ല, ഓടണം. പിന്നെ പണ്ട് ഓട്ട മത്സരത്തിലൊക്കെ എത്ര ഫസ്റ്റ് കിട്ടിയതാണെന്ന് അറിയോ എനിക്ക്? ആണോ? അത് നാട്ടുകാർ ഓടിച്ചിട്ടല്ലേ? അതല്ല, നാട്ടുകാർ ഓടിക്കണം. പക്ഷേ ഇനി ഓട്ടം നിർത്തരുതേ. പക്ഷെ നിർത്തരുത്. ഈ ഓട്ടം എങ്ങനെ അറിയോ? ഓടിയാലും ഇത് കണ്ടോ, അങ്ങനെ നിൽക്കണം. ചാടി കളിക്കട കൊച്ചുരാമ, ചാടി കളിക്കട കുഞ്ഞിരാമ. കമോൺ. അയ്യോ, അതെ. അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഓട്ടത്തിന് ഫസ്റ്റ് ഇട്ടത്. ഇപ്പൊ വലിയ കുട്ടിയായില്ലേ? എന്ത്? വാ. സ്പീഡി വാ. എന്നോട് ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞാണോ? മര്യാദക്ക് പറഞ്ഞാണോ? നീ ഓടുന്നുണ്ടോ നോക്കട്ടെ. ഓട്. സ്പീഡില് നടക്കരുത്. ആ പിന്നല്ലാതെ. നിനക്ക് ഞാൻ മര്യാദ ഇവർ ഈ സ്ഥലങ്ങളെ കാണിച്ച് പോയിട്ട് മതി. തിരി. അല്ല, അനുഭവിക്കണ്ടേ? ഞാൻ എന്ന് ഓടാൻ പോകുമ്പോഴേ ഇപ്പോള് മര്യാദക്ക് ഓടാൻ പോകുമ്പോ അയ്യോ ശ്രീയണ്ണ അതിനാണ് ഓടാൻ പോകുന്നത്, ഇതിനാണ് ഓടാൻ പോകുന്നത്. ഓടിക്കേ. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. സ്പീഡില് നമുക്ക് തിരിച്ചു പോകാവേ. അവള് പോട്ടെ. മതിയോന്ന്
വരുന്നു. നല്ലൊരു ഓടിക്കേ. ഇങ്ങനെ വെച്ച് ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഓടിക്കേ. ഓട്, അവിടെ തന്നെ നിന്ന്. ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ കാല് നല്ലൊരു പൊക്കി 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 ചുപ്പൊക്കെ നല്ലപോലെ പൊക്കി. സമാധാനമായോ? സമാധാനമായോ? ഞാൻ പറഞ്ഞതല്ലേ ഓടാൻ വരണ്ടെന്ന്. ഓടാൻ തന്നെയാണ് പോണെ, കൺഫേം ആയി വേണ്ടി പോന്നതല്ലേ. ഇത് കണ്ടോ? ഇത് നിങ്ങൾ എവിടെയുണ്ടോ? ഇതിന്റെ പേര് ഇവത്തേലൊരു കായ ഉണ്ടാകും. പൂച്ചെടിയല്ലേ ഇത്? അത് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. ഇതാണോ ബ്ലാക്ക്? ഏത് അല്ലേ? അത് തന്നെ അത് തന്നെ അത് തന്നെ. പൂച്ചെടി അത്. ഇതിന്റെ പേരെന്താ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എവിടെ അതല്ല ബ്ലാക്ക്. ഇത് കഴിക്കാം. വേണോ? വേണോ? എടി ഇപ്പൊ ഞാനാണല്ലോ കഥയ്ക്കുന്ന മൊത്തം. നല്ലല്ലോ ഒരു വെള്ളമില്ല നല്ലപോലെ അല്ലേ? വണ്ടി വണ്ടി മാവ എങ്ങനെ മടുത്തല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, മാവ എന്നെ വീട്ടിലോട്ട് പോകും. ഞാൻ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഓടി തന്നെ പോ ലെഫ്റ്റ് സൈഡിൽ കൂടെ. ഓക്കെ, ഞാനേ രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആയിട്ടാ മതിയായിട്ടോ. ആശാത്തിക്ക് മതിയായി. കഴിഞ്ഞോ? ഞാനിപ്പോൾ 4-5 റൗണ്ട് ഓടിയില്ലോടി, എന്നിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. പിന്നെ ആര് പറഞ്ഞു? നമുക്ക് കാണാം. നമുക്കേ വെള്ളം ഒഴിക്കാം. പൂവാളി, നിങ്ങളുടെ അവിടെ പൂവാളിക്ക് എന്നാ പറയാ? പൂവാളി എന്താ ഇത്? ഇതിനെന്താ പറയാ അവിടെ? പൂവാളി പൂവാളി. എനിക്ക് ഓർമ്മയില്ല. ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കോപ്പ് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ എങ്ങാണ്ട് വന്നിട്ടാണ് ഇതെല്ലാം കാണുന്നത് തന്നെ. പിന്നെ ഇവിടെ നേരത്തെ പൂവാളിയും പിടിച്ചോണ്ടായിരുന്നല്ലോ നീ. പിന്നെ ഞാൻ ചെടിക്ക് നല്ല വെള്ളം. അപ്പൊ ഒരു കാര്യം ചെയ്യേ, വെള്ളം ഒഴിക്കും. ഇന്ന് എന്റെ ജോലി എന്നാ അറിയോ? ഈ ക്യാമറ പിടിക്കുക. അതെ അതെ, ചെറിയ ഇത് കൊണ്ട് ചെറിയ ഇതുകൊണ്ട് കോരി ഇതിനകത്ത് ഒഴിക്കുക. ഇത് നിലത്ത് വെക്ക്. ഞാൻ വെള്ളം ഒഴിക്കും. മുറ്റടിച്ചു തരാൻ മതിയോ? എല്ലാം ഞാൻ സെറ്റാക്കി തരാം. എല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്ന ഞാനായിരിക്കും. ഒന്നുകൂടെ ഒഴിച്ചോ, ധൈര്യമായിട്ട് ഒഴിച്ചോ. ഒഴിച്ചോ, ഒരു കുഴപ്പമില്ല. മതി മതി മതി. ഇനി അങ്ങനെ പിടിച്ചു. അപ്പൊ പകുതി നിറച്ചാ പോരെ? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അന്നേരം ഒറ്റ അല്ല, പിന്നെ എത്ര ചുമട് നോക്കണം. സാറെ പിടിക്കരുത്. എന്റെ അച്ഛനെ താഴെ വെച്ച ചെറിയ ഉറുമ്പരിച്ചാലോ തല വെച്ച പെനരിച്ചാലോ അങ്ങനെ വളർത്തി വലുതാക്കിയെന്ന്. ഈ മനുഷ്യൻ എന്നെ വന്നിട്ട് കണ്ടോ ഇവിടെ കഷ്ടപ്പെടുന്ന കണ്ടോ ഗൈസ്? നിന്റെ അച്ഛൻ ഉറുമ്പരിക്കാൻ പോകുന്നു. ഉറുമ്പരിക്കാനല്ല, താഴെ വെച്ച ചെറിയ ചെറിയ ഉറുമ്പരിച്ചാലോ തല വെച്ച ചെറിയ ചെറിയ പേനരിച്ച അങ്ങനെ വളർത്തി ഉണ്ടാക്കിയതാണ്. ഞാൻ എന്റെ അച്ഛന്റെ ഏക മൂത്ത മോളാണ്. ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ ചെടികളാണ്. ഒരിക്കലും ഇതൊക്കെ അമ്മച്ചി നട്ടു ഗൈസ്. ഈ മനുഷ്യൻ എന്ത് പറയാന്ന് വിശ്വസിക്കാം. പൂത്തിരി പൂത്തിരി എത്തുന്ന പോലല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. വിഷുവിനൊക്കെ ചെടുത്താണ് വിഷുവിന് നമുക്ക് നല്ല പൂത്തിരി എത്തിക്കണം കേട്ടോ. ഇതാണ് വിഷുവിന് പൂത്തിരി. പൂത്തിരി പടക്കം. പിന്നെ ചെടി ഉണ്ടോ അവിടെ? ചെടി പൊട്ടിക്കാറുണ്ടോ വിഷുവിന്? കത്തിച്ച് ചെടി 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 ഇങ്ങനെ അങ്ങനെ പടക്കൊന്നും ഇവിടെയില്ല. അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കും. അത് പിരിപിരിയല്ലേ? പിരിപിരിയല്ല, ചെടി ചെടി. ഓ, ഇവരെ നാട്ടില് പിരിപിരി എന്നാ പറയാ. ഞങ്ങള് പിരി പോയി ഞങ്ങൾ ഇതിനെങ്ങനെ നെട്ടും പോയിട്ട് ഇളകിയ. നിങ്ങളുടെ നാട്ടിൽ മൊത്തം അങ്ങനെയാ. പിന്നെ പിരിപോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആൾക്കാരില്ല. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി ഞാനായതുകൊണ്ട് നിങ്ങൾ എന്നെ കെട്ടിയത് അല്ലെങ്കിൽ കിട്ടും. ഇതുണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ ചെടികൾ. ഒരിക്കലും ഇതൊക്കെ അമ്മച്ചാണ്. ഇതോ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ലേ ബാബ? ഇതൊക്കെ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? ഒക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി എല്ലാം പറഞ്ഞായിരുന്നു. ഭയങ്കര ഉടായിപ്പാണ്. പക്ഷേ അതൊക്കെ ഇത് മൊത്തം ഇത് മൊത്തം ഹാങ് ചെയ്ത് ഞാനാ. അതൊക്കെ
അപ്പൊ ആർക്കും ചെയ്തു മല മറിക്കണ പണി. അത് വലിയ ആനക്കുതിര കേസൊന്നല്ല, ആനക്കുതിര കേസൊന്നല്ല. ഇപ്പൊ ഇതങ്ങോട്ട് ഇതാക്കാൻ ഈ ആനകുതിര എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഇവിടുത്തെ ഒരു ഡയലോഗ് കേട്ടോ. ആനക്കുതിര കേസൊന്നല്ല. ഞങ്ങളവിടെ ഞാനത് പറയണ കേട്ടോ. എവിടെ കിട്ടിയത്? അത് ശ്രീയേട്ടൻ എപ്പോഴും പറയും, ഞാനുണ്ടല്ലോ മല മറിക്കണ പണി ചെയ്യും ചിലപ്പോ വീട്ടിലിട്ടോ, ഭയങ്കരമായിട്ട് ഓട്ടത്തില്. അതായത് വർക്കിന്റെ ഇടയിൽ കൂടെ, അതായത് ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, വർക്കിന്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചെയ്യുമ്പോ ഇയാള് പറയും വന്നിട്ട്, ഇതൊന്നും വല്ല ആനക്കുതിര കേസൊന്നല്ല. എന്ത് നമ്മള് മല മറിക്കണ പണി എടുത്താലും അതൊരു ഇവരെ കണ്ണിലൊന്നുമല്ല. ഒന്നുമല്ല. അതെ, എന്നാന്നറിയോ, നല്ല അടിയുടെ കുറവ്, വേറെ ഒന്നും നല്ല അടിയുടെ ഒന്നുമല്ല. ഈ വാചകോടി ആദ്യം കുറയ്ക്കണം, എന്നിട്ട് പ്രവൃത്തിയിൽ കാണിക്കണം, പണി ചെയ്യണം. ഇത് 24 മണിക്കൂർ വായിട്ട് അലച്ചതുകൊണ്ട് പണിയാവൂ? ഇല്ല. മനസ്സിലായോ? ചുമ്മാ അങ്ങനെ വേണ്ട കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അതേസമയം എനിക്കധികം സംസാരമില്ല കേസ്, ഞാൻ അധികം സംസാരിക്കുന്ന ആളുമല്ല. പക്ഷേ ഞാൻ മൊത്തം പ്രവൃത്തിയിലാണ്. ഞാൻ വർക്ക് ചെയ്യും, ഇവള് വാചകം ഓടിക്കും. ഇന്ന് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇന്ന് ക്യാമറ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ വർക്കൊന്നും ചെയ്തില്ല, ഇവളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഞാൻ പറയാം, രാവിലെ എണീക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ, പിന്നെ നേരെ പോയി കിടന്നുറങ്ങും, പിന്നെ ഉച്ചയ്ക്ക് എണീക്കും ലഞ്ച് കഴിക്കും, പിന്നെ കിടന്നുറങ്ങും, പിന്നെ വൈകുന്നേരം എണീക്കും ചായ കുടിക്കും. ഇത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ആർക്കാ? നിങ്ങൾ തന്നെ പറ, ആരാ പറയുന്നത്? പറ. ഇതാണ് പരിപാടി. മതിയല്ലോ. മതി. അപ്പൊ ഗെയ്സ്, മുമ്പേ കട്ട് ചെയ്ത് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്പലത്തിൽ നിന്ന് നോട്ടീസുമായിട്ട് പിരിവിന് വന്നിരുന്നു. അപ്പോൾ അന്നേരമാണ് ഞാനും വാവേ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ അലവലതി ഒച്ച ഉണ്ടാക്കാതെ അപ്പോൾ അത് കട്ട് ചെയ്ത് പോയത്. അപ്പോൾ നിനക്ക് എന്താ പറയാനുള്ള പറ. അല്ലെങ്കിലും ഉണ്ടല്ലോ, വെറുതെ ഒരു ഭാര്യയിൽ കോപ്പിക്കേണ്ട അവസ്ഥ അല്ലേ? അതാണ് എൻ്റെ അവസ്ഥ. എന്ത് നമ്മൾ എന്ത് ചെയ്താലും ഇതൊന്നൊരു പണിയല്ലേ ഗൈസ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കുന്നു, വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ഓഫീസ് വർക്ക് ചെയ്യുന്നു, ഇവരെ കാര്യം നോക്കുന്നു. എന്ത് ചെയ്താലും നമുക്കൊരു വിലയില്ല ഗൈസ്. ഭാര്യമാർ എന്ത് മല മറിക്കണ പണി ചെയ്താലും ഇവർക്കൊന്നുമില്ല ഗൈസ്. ഞാൻ ആരോട് പറയേണ്ട ഈ സങ്കടം? അല്ല, ഇച്ചിരൂടെ ഇമോഷണൽ ആണ്. ഞാൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മറ്റേ പാട്ട് പാടാം. ഓ, ഇത് അഭിനയല്ല. ചങ്കിൽ തീരുമ്പോൾ വേണ്ട, പാട്ടൊന്നും വേണ്ട. അതല്ല, വെറുതെ ഒരു ഭാര്യയിലുണ്ടല്ലോ, അവളെ കൊണ്ടുപോലെ എങ്ങോട്ടോ കൊണ്ടുവന്നത്, ഗോപിങ്ങനെ കൊണ്ടുവന്നത് എന്തോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നില്ലേ, അതില് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എറണാകുളത്ത് വണ്ടർലയിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ചോദിച്ചു. അപ്പൊ ശ്രീയേട്ടൻ എടുത്തേക്കിന് പറഞ്ഞ എന്താ അറിയോ, വണ്ടർലേ പോവാ. ഞാൻ പറഞ്ഞൊരു വ്ളോഗും ചെയ്യാൻ വണ്ടർലേ പോകുന്നത്. എനിക്ക് വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ചെറുപ്പം മുതലേ വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടം. ആ കുഴലിന്റെ വെള്ളത്തിച്ചാടുന്ന ഇഷ്ടമാണ്, വേലിയാടുന്ന ഇഷ്ടമാണ്. അതെനിക്കറിയാം. നേരത്തെ ഞങ്ങൾ കല്യാണത്തിന് മുമ്പായിട്ട് അവിടെ അന്വേഷിക്കുമല്ലോ. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ പല നാട്ടുകാരും പറഞ്ഞു കുറെ വേലി സ്വന്തം ഭാര്യ നാണം കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വണ്ടർലേ പോകുന്നുണ്ട്. അപ്പൊ ശ്രീയേട്ടൻ എന്താ പറയുക, വണ്ടർലേ പോവാം. ഞാൻ ഒരു വ്ളോഗ് കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വണ്ടർലേ പോകാം. അവിടെ എല്ലാ വെള്ളത്തിലും ചാടി ആ കുഴലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി എല്ലാം നല്ല രസത്തിൽ ഞാൻ ചെയ്തു വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. കൊച്ചു ഇവിടെ തന്നെ ഇരിക്കും, എന്നിട്ട് കൊച്ചു നമുക്ക് വോയിസ് ഓവർ കൊടുക്കാന്ന്. അപ്പൊ നാലോചിക്കണം, വെറുതെ ഒരു ഭാര്യയുടെ അവസ്ഥയല്ലേ. അതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അതും കൂടെ നിങ്ങൾ അറിയണ്ട. എന്തിനാ ഞാൻ പറഞ്ഞത്? എന്റെ വാവയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവളെ ഞാനിവിടെ വീട്ടിൽ ഇരുന്നു. കാരണം അവിടെയൊക്കെ എന്തെങ്കിലും പോയി പറ്റി കഴിഞ്ഞാൽ മൂക്കി വെള്ളം കയറുമോ, എന്തെങ്കിലും ചെയ്ത് ജലദോഷം പിടിക്കുകയോ പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ലേ അവയ്ക്ക്. അതുകൊണ്ടാണ്. അല്ലാതെ ശ്രീയാണ്ട് ഉടായിപ്പ് ഞാൻ കണ്ടുപിടിക്കും വിചാരിച്ചിട്ടില്ല. ഒന്നുമല്ല. എറണാകുളത്ത് പോകുന്നത് വണ്ടർലയിലൊക്കെ പോകാനാ. എനിക്കറിയാം ഇപ്പൊ ഒറ്റയ്ക്കാണോ പോകുന്നത് അറിയോ. ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നമുണ്ട്. എന്നാന്നറിയോ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, ഇപ്പൊ അവിടെ നിന്ന് ഒരു വിളി വരും കേട്ടോ, മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് കേട്ടോ. ഓക്കെ, ബൈ.